ഹലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ആയിട്ടാണ്. അപ്പോൾ നല്ല മുടി വളർച്ച ഇല്ലെങ്കിൽ എക്സ്ട്രീം ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഹൈഡ്രേറ്റായിട്ട് എപ്പോഴും നന്നായി വെള്ളം കുടിക്കണം. 8 to 10 ഗ്ലാസ് വരെ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ്. പിന്നെ ലിക്വിഡ് ഐറ്റംസ് ഒരുപാട് എടുക്കുമ്പോൾ ഏതൊക്കെയാണ് വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കാം, ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഫെനുഗ്രീക്ക് സീഡ്സ്, ഇത് ഉലുവയുടെ വെള്ളം, അത് ഉലുവ കുതിർത്ത് വെച്ച വെള്ളം ഞങ്ങൾക്ക് വെള്ളമായിട്ട് കുടിക്കാവുന്നതാണ് റെഗുലറായിട്ട്. പിന്നെ ബോഡി ഹീറ്റുള്ളവർ, പിന്നെ ഒരുപാട് ഈ സ്കിൻ അലർജിയൊക്കെ ഉള്ളവർ, ഒരുപാട് സ്വെറ്റുള്ളവർക്കൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് പെരിഞ്ജീരകം എന്ന് പറയുമല്ലോ, അതിൻ്റെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ജീരക വെള്ളം, എല്ലാം കാച്ചി ആറിയ വെള്ളം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല, അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർ, കോളേജ് പോകുന്ന ആൾക്കാർ, പിന്നെ പഠിക്കാൻ ഒരുപാടുള്ളവർ, ഒന്നിനും സമയം കണ്ടെത്താൻ പറ്റാത്തവരൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ ഇതൊരു വെള്ളത്തിൽ കുറച്ചൊക്കെ സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അങ്ങനെ മോർണിംഗ് ആയിട്ട് ഒരു വയറ്റിൽ വെള്ളം കുടിച്ചുകൊണ്ട് വരാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിലൂടെ തന്നെ ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ലഭിക്കുന്നതാണ്. ഓക്കെ, നോർമലായി ബോഡി ടെമ്പറേച്ചറൊക്കെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേനൽക്കാലം ആയതോടെ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ചിയ സീഡ്സിൻ്റെ വെള്ളം കുടിക്കാവുന്നതാണ്. ഓക്കെ, അതും ബോഡി ടെമ്പറേച്ചർ ബാലൻസ്ഡ് ആയിട്ട് വയ്ക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ ഷുഗറൊന്നും ആഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, പ്ലെയിനായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡയറക്റ്റായി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഞങ്ങളുടെ ബോഡിക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിലൂടെ ഞങ്ങളുടെ ചർമ്മത്തിൻ്റെ സംരക്ഷണം ഇത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നല്ലോണം മുടി വളരാൻ, സ്ട്രെസ്സ്, ടെൻഷന്, ഉറക്കമില്ലായ്മ, ഇതിനൊക്കെ ഒന്ന് കുറയ്ക്കാവുന്നതാണ്. നന്നായി ഉറങ്ങാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours ഉറങ്ങാൻ നോക്കേണ്ടതാണ്. പിന്നെ സ്ക്രീൻ ടൈംസൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടതാണ്. അതായത് മൊബൈൽ നോക്കുകയോ TV, പിന്നെ ലാപ്ടോപ്പ്, പിന്നെ അങ്ങനെ ടാബ്, അങ്ങനെ പല ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഉപയോഗിക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ നോക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നാച്ചുറലായിട്ട് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതായത് മുടി വളർച്ചയ്ക്കും പിന്നെ ഈ നെയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ, നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ, പിന്നെ ഇന്നറായിട്ട്, അതായത് അകത്തുനിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ യോഗാസന എന്ന് പറയുമ്പോൾ ഇതിൽ 12 ആസനാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് തുടക്കക്കാർക്ക്, അതായത് ബിഗിനേഴ്സിന് 2-3 ആസനാസായിട്ട് തുടങ്ങാവുന്നതാണ്. അതായത് ഉത്താനാസന, അതായത് കാൽ തൊട്ടിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കേണ്ടതാണ് അത്. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസ്, സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ കോബ്ര പോസ് എന്ന് പറയും അത്. പിന്നെ ഭുജംഗാസന എന്ന് പറയും. അതൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ഒരു മോർണിംഗ് ഇല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ചെയ്തെടുക്കാവുന്നതാണ്. തുടക്കക്കാർക്ക് 1/2 hour ആയിട്ട് തുടങ്ങാവുന്നതാണ്. അതായത് 20 minutes ഇങ്ങനെ ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. പിന്നെ അതിലൂടെ 2 ആസനാസ് അങ്ങനെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്.
ബ്രീത്തിങ് എക്സസൈസിലെന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അനുലോം വിലോം എന്ന് പറയും. അതായത് ശ്വാസം ഉള്ളിലോട്ടെടുത്ത് പുറത്ത് വിടുക. അത് ഒരു ശീലമാണ്. അങ്ങനെ അതായത് ലെഫ്റ്റ് നോസ്ട്രിൽസ് നിന്ന് എടുത്തിട്ട് വലത്തെ നോസ്ട്രിൽസിലൂടെ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയാണ് ചെയ്യേണ്ടത്. മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് ഏർലി മോർണിംഗ്, അതായത് 6 മണി 7 മണിയുടെ ഇടയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരുപാട് വേഗം എണീക്കുന്നു എന്ന് വെച്ചാൽ, അതായത് 4:30 5 മണി അങ്ങനെ ഇടയിൽ ചെയ്യാവുന്നതാണ്. ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. പിന്നെ വാമപ്പ് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ 2-3 ആസനാസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ. ഓക്കെ. ഇതിലൂടെ തന്നെ നമുക്ക് ബോഡിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ഞങ്ങളുടെ മൂഡ് എപ്പോഴും ഫ്രഷായിട്ട് ഇരിക്കാനും നമുക്ക് അറ്റൻറ്റീവായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാനും ഇത് സഹായിക്കും ഡേ ടു ഡേ ലൈഫിൽ. ഓക്കെ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാനും നമുക്ക് സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാനും ടെൻഷൻ ഇല്ലാണ്ട് ഇരിക്കാനും ഈ ഒരു എക്സസൈസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലെമൺ ജ്യൂസ് കുടിക്കാം. പിന്നെ ഫ്രൂട്ട് ജ്യൂസിലൂടെ ഓറഞ്ച് ജ്യൂസ് എടുക്കാം. ഇങ്ങനെയൊക്കെ. ഓക്കെ. ആംല ജ്യൂസ് എടുക്കുമ്പോൾ നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കുടിക്കാനായിട്ട്. ഓക്കെ. ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുടിച്ചാൽ തന്നെ വയറിന് പ്രശ്നം ഉണ്ടാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ എക്സ്ട്രീം ആയിട്ട് ഇനി മുടി വളർത്താൻ ആവശ്യമുണ്ട്, നല്ല നീളത്തിലുള്ള മുടി വേണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഹെയർ ഓയിലും ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ തന്നെ നമുക്ക് ആരോഗ്യമായിട്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മളുടെ ആരോഗ്യം ഒക്കെ സൂക്ഷിച്ചെടുക്കുന്നത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ്. ഓക്കെ. അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്സ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് ആരോഗ്യമുള്ള മുടി, പിന്നെ ആരോഗ്യമായിട്ടുള്ള ശരീരം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.